ഞാൻ ഇന്ന് ഇവിടെ ചൂര മീനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. ഇത് മറ്റെന്തിനും വേണ്ടിയല്ല. എൻ്റെ മകൻ നാളെ ലീവ് കഴിഞ്ഞ് കുവൈറ്റിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ചൂര മീനാണ് ഞാൻ അച്ചാറിടാൻ പോകുന്നത്. ഇപ്പം നമുക്ക് ഇത് വറക്കാൻ ആവശ്യമായ സാധനങ്ങൾ: മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് വറുത്ത് പൊടിച്ചത്, പിന്നെ കുരുമുളക്, ഉപ്പ്, കുറച്ച് എണ്ണ, അതായത് കുറച്ച് വെളിച്ചെണ്ണ. നമുക്കാദ്യം മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി നമ്മളെല്ലാം പാകത്തിനിട്ട് കൊടുത്താൽ മതി. ഇത് ഉപ്പ്, കുരുമുളക് ഇച്ചിരി കൂടുതലിടണം കേട്ടോ, കാരണം ഇതിലിനി മസാലയിലും കുരുമുളക് ചേർക്കും. ഇത് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി. ഇത് ഞാനിതിൽ ഒരു 4 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ 4 സ്പൂണും ഇതിലേക്ക് വേണം, കാരണം ഇതൊരു 1 കിലോയോളം, 1 കിലോയിൽ കൂടുതൽ നമുക്ക് ചൂര മീനുണ്ട്. നമുക്കിനി ഇതിനെ മുഴുവനായിട്ടിടാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ. ഈ എണ്ണ വീട്ടുമ്പോൾ എന്താ അറിയുമോ, ഈ മസാല എല്ലാം നല്ല പിടിച്ചിരിക്കില്ല. അപ്പോൾ നമുക്കിതിനെ നല്ലോണം പാകത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. വറുത്ത് പൊടിച്ച മുളക് പൊടിയാണ് കേട്ടോ, പച്ചമുളക് പൊടിയല്ല, വറുത്ത് പൊടിച്ച മുളക് പൊടി. ഒരു കിലോ ഏകദേശം 1.25 കിലോയോളം മീൻ കഷ്ണങ്ങളുണ്ട്. കഷ്ണങ്ങൾ എല്ലാം ഇതിൻ്റെ മുള്ളൊക്കെ മാറ്റിയിട്ട് തൊലിയെല്ലാം കളഞ്ഞ് അവർ കട്ട് ചെയ്ത് തരും നമുക്ക്. അപ്പോൾ അത് ഇങ്ങനെയാണ്. വെള്ളച്ചൂരയാണിത്. വെള്ളച്ചൂര എന്ന് പറയുമ്പോൾ കേരച്ചൂര. ഓക്കെ, വെള്ളച്ചൂരയാണ് അച്ചാറിടാൻ നല്ലത്. കറുപ്പിനെക്കാളും കറുത്ത ഇട്ടാൽ കൊള്ളില്ല. അപ്പോൾ ഇതിന് നമുക്കൊരു കുറച്ച് നേരം ഇതിൻ്റെ മസാല എല്ലാം പിടിക്കാൻ വേണ്ടി നമുക്ക് വെച്ചേക്കാം. ഓക്കെ, നമ്മുടെ ചൂരമീൻ അച്ചാറിടാനുള്ള ചൂരമീൻ മസാല എല്ലാം പിടിച്ച് നല്ല പാകത്തിനായിരിക്കുന്നുണ്ട്. നമുക്കിതിനെ വറുത്തെടുക്കാം. ഓക്കെ, അതിലേക്കായിട്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ചധികം ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണയാണ്, അപ്പം നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ല. കൊളസ്ട്രോളൊക്കെ ഉള്ളവർ സൂക്ഷിക്കുക. ഇത് നല്ല ടേസ്റ്റാണ്. ടേസ്റ്റായിട്ട് ഭക്ഷണം കഴിക്കാൻ, ഇത്തിരി ചോറിനെടുത്ത് കഴിക്കാൻ ഇത് ഒരു കറി മാത്രം മതി ചോറ് കഴിക്കാൻ. നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും. അതായത് ഈ അച്ചാറിൽ നമ്മൾ തേങ്ങ വറുത്ത് ചേർക്കും. തേങ്ങ, കായം, പുളി, അങ്ങനെ അതെല്ലാം പുളി കായമൊക്കെ കുറേശ്ശെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അത് ഞാൻ ഇതിൻ്റെ പിന്നാലെ കാണിച്ചു തരാം. ഓക്കെ, നമുക്കിപ്പോൾ ഇതിനെ വറുത്തെടുക്കാം. 2 പ്രാവശ്യമായിട്ട് വറക്കണം, അധികം ഉണ്ട്. ഇച്ചിരി വലിയ കഷ്ണങ്ങളാണ്. എനിക്ക് ചെറിയ കഷ്ണങ്ങളാക്കണമെങ്കിൽ ആക്കാം. പിന്നെ മസാല അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവൊക്കെ ചേർക്കാം. ഇച്ചിരി മതി. ഇനി അടുത്ത് ഇച്ചിരി വറുത്തെടുത്തതിന് ശേഷം വീണ്ടും അടുത്തത് കൂടെ വറുത്തെടുക്കാം. ഓക്കെ, ഇതൊന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഈ മീനിൽ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്, നാടൻ കറിവേപ്പില. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് പൊട്ടിപ്പോവാതെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലോണം മൂപ്പിച്ച് നല്ല വറുത്ത് പോരണം. പാകമായി വരുന്നതേ ഉള്ളൂ. നല്ല പാകമായിട്ടില്ല. ചൂരക്കഷ്ണമൊന്നും പൊടിയാതെ കിട്ടിയിട്ടുണ്ട്. പതിയെ വറുത്തെടുക്കണം, കഷ്ണങ്ങളൊന്നും പൊടിയാതെ.
പാകത്തിനായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കോരി മാറ്റാം. ഇതിൽ ഇത്ര എണ്ണ നമുക്ക് ഇതിൽ ഉണ്ടല്ലേ. ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ചിരണ്ടിയത്. ഞാനിതിൽ നല്ല ഒരു കപ്പ്, ഒരു ചെറിയ ഒരു ബൗളിലാണ് ഈ തേങ്ങ എടുത്തിട്ടുള്ളത്. കുറച്ച് തേങ്ങ, അത് കാരണം ഇതിലൊരു 1.5 കിലോളം മീനുണ്ട് കേട്ടോ. എത്രയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കാരണം ഞാനിത് പീസ് വെട്ടി വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് തൂക്കിയല്ല തന്നെ, അല്ലാതായതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റത്തില്ല. എന്നാലും ഒരു 1.5 കിലോയ്ക്ക് മുകളിലോട്ടുണ്ട്. അത് കാരണം ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് തേങ്ങയും കായവും പുളിയും ഒക്കെ ചേരുന്ന ഒരു അച്ചാറാണ്. അതായത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു അച്ചാറാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണമെന്നൊരു അപേക്ഷയുണ്ട്. ഇത് തേങ്ങ ചിരണ്ടിയതാണ്. നമുക്ക് ഇത് 3 ഘട്ടമായിട്ടാണ് മസാല. ആദ്യം നമ്മൾ മസാല ഫ്രൈ ചെയ്യാൻ വേണ്ടി മാത്രം ചെറിയ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് എണ്ണ. രണ്ടാമത്തെ കൂട്ടെന്ന് പറയുമ്പോൾ നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ് തേങ്ങ. പിന്നെ നമുക്ക് വേണ്ടത് പുളി. ഈ പുളി പിന്നെ കായം പൊടി ആയതുകൊണ്ട് നമുക്ക് വറക്കണ്ട, അല്ലെങ്കിൽ കട്ടിക്കായമാണെങ്കിൽ നമുക്ക് വറുത്തെടുക്കണം. കായം പൊടി ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യണ്ട. പിന്നെ ഇത് തേങ്ങ വറുത്ത് മൂത്തതിന് ശേഷം മൂക്കാറായി വരുമ്പോൾ ഈ പുളി കൂടെ ഇട്ട് കൊടുക്കുക, വറുക്കുക. പിന്നെ നമുക്ക് ഈ പൊടികളെല്ലാം നമ്മൾ വറുത്ത് പൊടിച്ചതായതുകൊണ്ട് ഒരു ലാസ്റ്റ് തീ അണച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതിൽ കൂടെ ഇട്ട് ചൂടാക്കി എടുത്താൽ മതി. അപ്പം നമുക്ക് തുടങ്ങാം. ഈ എണ്ണ മതി കേട്ടോ. ഇതിൽ ഞാൻ ഈ മീൻ കോരിയതിന് ശേഷം ബാക്കിയുള്ള എണ്ണയാണ് കേട്ടോ. ആ എണ്ണ നമ്മൾ ഓഫ് ചെയ്തിട്ട് കോരിയതുകൊണ്ട് തണുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ല മൂപ്പിച്ച്, നല്ല ഒരുപാട് കറക്കണ്ട, പാകത്തിന് മൂപ്പിച്ചെടുക്കാം. നമുക്കിതിനെ ഒന്ന് മൂക്കാനായിട്ട് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഇതിൽ കുറച്ചധികം കറിവേപ്പില നമുക്ക് ഇടാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. കറിവേപ്പില നമുക്ക് ഭയങ്കര ഗുണമുള്ളതാണ്. പെട്ടെന്ന് മുടി നരയ്ക്കത്തില്ല കേട്ടോ. കുഞ്ഞിലെ കറിവേപ്പില കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് നരയ്ക്കത്തില്ല, മുടി നല്ല രീതിയിൽ വളരും. കുട്ടികൾക്ക് നല്ലതാണ് കറിവേപ്പില. പ്രത്യേകിച്ച് നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ടല്ലേ, കറിവേപ്പില ഈ അണുക്കളെയൊക്കെ നശിപ്പിച്ച് കളയാൻ ഒരു ഔഷധം കൂടെയാണ് നമ്മളെ കറിവേപ്പില, ആര്യവേപ്പില, അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇതുപോലെ ഈ കറിവേപ്പില കൂടെ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് നമുക്കിനി പുളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഒരു പുളി ഇട്ട് കൊടുക്കാം. പുളിയുടെ പച്ച ചുവയ്ക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൽ കൂടെ ഇട്ട് വറുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, നമ്മൾ നേരത്തെ വറക്കാൻ നേരത്തെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരു 2.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് വറുത്ത് വെക്കുക. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി 2 സ്പൂണ് മല്ലിപ്പൊടി, അതും നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1 സ്പൂണ് കുരുമുളകും നേരത്തെ ഒത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ വേണ്ട, ഒരു 1/2 സ്പൂൺ മതി, നേരത്തെ ആവശ്യത്തിനധികം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതും ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഇത് വറക്കണ്ട, ഒരുപാട് വറക്കണ്ട. ഇതെല്ലാം നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരുന്നത് കൊണ്ട് പച്ചയല്ലല്ലോ. അപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് വറുത്ത് കൊടുക്കാം. തീ അണച്ചിട്ടാണ് കേട്ടോ, തീ അണച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇത്രയുമാണ് ഈ വറക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ മസാലക്കൂട്ടിന് എടുക്കുന്നത്. ഇനി ഇതിനെ തണുക്കാൻ വെച്ചിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് തണുക്കാൻ വെച്ചിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. നമുക്കിതിനെ തണുത്തിട്ടുണ്ട്. നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം.
മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഇത് കൂടുതലുള്ളത് കാരണം ഞാനൊരു വലിയ കടായിയാണ് എടുത്തിട്ടുള്ളത്. ഈ കടായിലോട്ട് നമുക്കിനി വേണ്ടത് പാകത്തിന് ഉപ്പ്, കടുവറുക്കം, കറിവേപ്പില, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി കുറച്ചധികം വേണം, വെളുത്തുള്ളി, പിന്നെ ഇച്ചിരി കായപ്പൊടി, പിന്നെ വേണ്ടത് നല്ലെണ്ണ. ഓക്കെ, ഇത്രയാണ് ഇനി നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് തുടങ്ങാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാകത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഇതിനകത്ത് ഒഴിക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത്യാവശ്യം എണ്ണയുണ്ട്, നല്ലെണ്ണയാണ് ലാസ്റ്റ് ചേർക്കുന്ന. ഇതുവരെ നമ്മൾ അണിയറയിൽ പ്രവർത്തിച്ചവരാണ് നേരത്തെ കാണിച്ചത്. ഇനിയാണ് നമ്മൾ ശരിക്കും അച്ചാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കുറച്ച് കടുകിട്ട് നമുക്ക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. നമുക്കിനി കറിവേപ്പില, അതിലേക്ക് കറിവേപ്പില ഇട്ട്, കറിവേപ്പില ചൂടായിട്ടുണ്ട്. കറിവേപ്പിലയുടെ പാകം മാറ്റി ഇനി എടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ്. അതിൻ്റെ കൂടെ നമ്മൾ വെളുത്തുള്ളി ഇട്ട്, വെള്ളുള്ളിയാണ് ഇത്, വെള്ളുള്ളി കൂടുതലിടണം. ചുമന്നുള്ളി ഇതിനകത്ത് ചേർക്കണ്ട. ചുമന്നുള്ളി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായിരിക്കും. ഇത് നമുക്ക് ഒരുപാട് നാളൊന്നും പുറത്ത് വെച്ചിരിക്കാൻ പറ്റത്തില്ല. ആവശ്യത്തിന് മാത്രം എടുക്കുക, ഫ്രീസറിൽ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് കഴിക്കാനുള്ളത് എടുത്ത് പുറത്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കൊക്കെ പുറത്ത് വെച്ചിരുന്നാൽ കുറേ നാളിരിക്കും. ഇത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാൻ കുറച്ച് നാളിരിക്കും. ഇത് ഒരുപാട് നാൾ പുറത്തിരിക്കത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് സദ്യയ്ക്ക് വിളമ്പാനാണെങ്കിലും ഇതുപോലെ അച്ചാറിട്ടാൽ ചൂടോടെ കഴിക്കാൻ നല്ലതാണ്. ഇന്ന് വെച്ചിട്ട് ഇന്ന് തന്നെ കഴിക്കാം. അപ്പം അങ്ങനെ വയ്ക്കാനും നല്ലതാണ്. പക്ഷേ ഒരാഴ്ചയൊക്കെ പുറത്തിരിക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചൂട് കാലാവസ്ഥയിലൊക്കെ ആകുമ്പോൾ പുറത്തിരുന്ന് ചീത്തയായിരിക്കും. പ്രത്യേകിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമ്മൾ പുറത്തെടുത്ത് വെച്ചാൽ ഏത് സാധനം പെട്ടെന്ന് ചീത്തയായിരിക്കും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നല്ല മൂപ്പിച്ചെടുക്കണം. നല്ല ചുമന്ന് വരണം. ഒരുവിധം ഭാഗമായിട്ടുണ്ട്. കുറച്ചുകൂടെ ചുമന്ന് വരുമ്പോൾ നമുക്കിത് ബാക്കിയൂടെ ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോകരുത് കേട്ടോ. നമുക്ക് തീ കുറച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ മസാല അരച്ച് വെച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു നുള്ള് ഇത് ഉലുവ പൊടിച്ചതാണ്, വറുത്ത് പൊടിച്ച ഉലുവ. ഇനി നമുക്ക് തീ വളരെ കുറച്ച് കൊടുക്കണം. ഇനി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് പിക്കിൾ പൗഡറാണ്. ഇതിനകത്തെല്ലാം ഇതേ മസാലക്കൂട്ടൊക്കെ തന്നെയാണ്. എന്നാലും ഒരു നുള്ള് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച്
കായം, ഒരുപാട് വേണ്ട, കുറച്ച് കായം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വിനിഗർ. വിനിഗർ കുറച്ച് ഒഴിച്ച് കൊടുക്കാം, ഒരു 2 സ്പൂണ്. പിന്നെ ഇതിന് പാകത്തിന് ഉപ്പ്. നമ്മൾ മീനിൽ ഉപ്പിട്ടിട്ടുണ്ട്, എന്നാൽ കുറച്ച് പാകത്തിന് ഇതിനകത്ത് ഉപ്പ്. ഇതിൻ്റെ കൂട്ട് തയ്യാറാണ്. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. കാരണം ഇതിൽ കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വെള്ളം ഇതിൽ നിന്ന് കംപ്ലീറ്റ് വറ്റിപ്പോകും. കൂട്ട് തയ്യാറായി തുടങ്ങി. ഇതൊരു അടാർ ഐറ്റമാണ് കേട്ടോ. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങളിതൊന്ന് വിളമ്പിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുമാണ്, ഒരു വെറൈറ്റിയാണ്. നമ്മൾ സാധാരണ അച്ചാർ പോലെയല്ല, കുറച്ചൊരു മാറ്റം ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. മസാലക്കൂട്ട് റെഡിയാണ്. നമുക്കിനി ഇതിലേക്ക് ഈ മീനിനെ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. കംപ്ലീറ്റ് ഇതിനകത്താക്കി കൊടുക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ? നിങ്ങളുടെ വായിലേക്ക് നാവിൽ വെള്ളം ഊറുന്നുണ്ടോ? ഇത് ടേസ്റ്റാണ് കേട്ടോ. ഒരു ദിവസം നോക്കാം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ വീഡിയോ നിങ്ങളെന്നും ചേർത്ത് പിടിക്കണം. ഇത് അത്രയ്ക്ക് നല്ല ഐറ്റമാണ് കേട്ടോ. നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഭക്ഷണം കഴിക്കണം. ഒരുപാട് കറിയൊന്നും വേണ്ട, ഒരൊറ്റ കറി മതി. നിങ്ങളിത് കഴിച്ച് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ഇടണം. ഇതുണ്ടാക്കി കഴിക്കണം, കഴിച്ചിട്ട് കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കമൻ്റ് ഇടണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതെല്ലാം ചെയ്യണം. ഇതിന് നമുക്ക് കുറച്ച് നേരം തീ ഓഫ് ചെയ്ത് വയ്ക്കാം. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ മീനച്ചാർ. അടിപൊളി ഒരു അടാർ ഐറ്റമാണ്. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കണം. തീ അണച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് ഇത് നല്ല തണുത്തതിന് ശേഷം മാത്രമേ ബോട്ടിലാക്കാവൂ കേട്ടോ. ബൈ.